ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹാൻഡ് റൈഡ് ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ കാണുന്ന ഏരിയയിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 2.5-1.5 പൈപ്പ് നമ്മൾ ചെറിയ തൂണായിട്ട് കൊടുത്തിട്ട് അതിന് ക്രോസായിട്ട് 1/2 ഇഞ്ച് പൈപ്പാണ് കൊടുക്കുന്നത്. നല്ല വെയിലുള്ള ടൈമായിരുന്നു. വർക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർക്കണ്ടായിരുന്ന തിരക്കുള്ള വർക്കാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ കുറച്ച് ഫാസ്റ്റിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4/2 ഹോൾ പ്ലേറ്റ് വെച്ച് ഈ കാണുന്ന ഏരിയ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തതാണ്. അതിൻ്റെ മുകളിലേക്ക് ഫിക്സഡ് ബോൾട്ട് നമ്മൾ അടിക്കുകയാണ് ചെയ്തത്. നമ്മളിതിൻ്റെ ടോപ്പ് 1.5 ടോപ്പ് വരുന്ന ഭാഗം 1 ഇഞ്ച് 1.5 നൂല് പട്ട വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ 6 പൈപ്പാണ് ഇതിന് ക്രോസായിട്ട് വരുന്നത്. അത് സെറ്റാക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ 2 ഭിത്തി സൈഡിലേക്ക് വരുന്നത് തുളച്ച് നേരെ ഭിത്തിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ കാണുമ്പോൾ സാധാരണ രീതിയിൽ മുകളിൽ കൈ വെച്ച് പിടിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഹാൻഡ് റെയിൽ ചെയ്യൽ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3 അടുപ്പിച്ചിട്ടുള്ള 3 ലൈനായിട്ടാണ് 2 വെച്ചിട്ടുള്ള 3 ലൈനായിട്ടാണ് 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാലുകൾ നല്ല അടുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. 1/2 ഇഞ്ച് ആയതുകൊണ്ട് ഇല്ലെങ്കിൽ അത് കുലഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. 2.5 ഇഞ്ചാണ് 2.5 ഇഞ്ചാണ് നമ്മൾ 2 പൈപ്പ് തമ്മിലുള്ള ഗ്യാപ്പ് ഇട്ടുള്ളത്. ഇതിൻ്റെ മോഡല് നല്ല കാണാനൊരു ഭംഗിയുള്ള ഒരു മോഡലാണ്. നമ്മളെല്ലായിടത്തും ഇതുപോലെ പൈപ്പിൻ്റെ സാധാരണ വരുന്നതിനേക്കാളും ഉള്ളിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ലൈനൊക്കെ ചെയ്തിട്ടുള്ളത്. വലിയൊരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ. അതുകൊണ്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നുന്നുണ്ട്. നമുക്ക് ഈ മോഡൽ റൂഫിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്തായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണിത്. നമ്മൾ ചെറിയ പൈപ്പായതുകൊണ്ട് ദൂരെ നിന്ന് വീഡിയോയിൽ അത്ര വലിയൊരു ഇത് കിട്ടുന്നില്ല. കാരണം അതിൻ്റെ പെയിൻറ്റിങ് കൂടെ വന്നു കഴിയുമ്പോൾ അത്ര ഒരു വ്യൂ കിട്ടുകയുള്ളൂ. ഇതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെയുള്ള പാരപ്പറ്റിന് പൈപ്പ് ഇട്ടതും ചെയ്തിട്ടുള്ളത്. ഇത് പാരപ്പറ്റിന് പൈപ്പ് ഇട്ടത് ഇതുപോലെ തന്നെയാണ് 1/2 ഇഞ്ച് പൈപ്പ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നാം ഇതിങ്ങനെ കുലഞ്ഞു പോകാനൊക്കെ സാധ്യതയില്ല എന്ന്. നമ്മുടെ കസ്റ്റമർ പറഞ്ഞ അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു മോഡലാണിത്. അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ചാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ സൈഡിലേക്ക് ചെയ്ത ഹാൻഡ് റെയിലിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വർക്കുകൾ ഏകദേശം ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പൊക്കെ ഗ്രൈൻഡ് ചെയ്തു, ബാക്കിയുള്ള ജോയിൻറ്റുകളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തു. നമുക്ക് ചെറിയൊരു വർക്ക് പിറ്റേ ദിവസത്തേക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. സ്റ്റെയർ ഹാൻഡ് റെയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു ബാലൻസ് വന്നു. കുറച്ച് ഗ്രൈൻഡിങ്ങും കാര്യങ്ങളും പെയിൻറ്റ് ടച്ചാക്കാനൊക്കെ. അത് രണ്ടിൻ്റെയും കൂടെ വർക്ക് പിറ്റേ ദിവസമാണ് നമ്മളത് ഫിനിഷാക്കിയത്. എളുപ്പത്തിൽ നിങ്ങൾക്കൊക്കെ പല സൈറ്റുകളിലേക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു മോഡലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ വരുന്നത് നമ്മൾ 1/2 ഇഞ്ച് സ്ക്വയറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറച്ചും കൂടെ ബലമൊക്കെ കിട്ടണമെങ്കിൽ വലിയ പൈപ്പിട്ട് ചെയ്യണം. 1.25 അല്ലെങ്കിൽ 2.1 ചെയ്യണം. ഇതൊരു ലുക്കിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അല്ലാതെ ഈ ഒരു ബലം പ്രതീക്ഷിച്ചിട്ടാരും ഈ മോഡൽ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇതിന് വലിയൊരു ബലമൊന്നും ഉണ്ടാവില്ല. ഈ മോഡലിൽ നമുക്ക് കാല് വരുന്നതുകൊണ്ട് നല്ല ബലം കിട്ടും. അതുപോലെ പാരപ്പറ്റിന് തുളച്ചിടുന്നതിന് വലിയ ബലമൊന്നും കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് കയറി ഇരിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടി താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് വളഞ്ഞിട്ട് തന്നെ. ഈ മോഡൽ നല്ല സ്ട്രോങ് ആണ്. ഇവിടെ അടിയിൽ കോൺക്രീറ്റ് വരുന്നുണ്ട്. അതിൽ പ്ലേറ്റ് അടുപ്പിച്ച് നമ്മൾ 2.5 തൂണ് കൊടുത്തിട്ടുണ്ട്.
അത് 2:1 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന 2:2 അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ വർക്കിൻ്റെ തിരക്ക് കാരണമാണ് വീഡിയോ പെട്ടെന്ന് ഇടാൻ പറ്റാത്തത്. വീഡിയോ ഒരുപാട് ഇടാൻ പെൻഡിങ് കിടപ്പുണ്ട്. അതുപോലെ പഴയ പോലെ സ്ലോ ആയിട്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, വർക്കിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.